ഈ ഇടയ്ക്ക് ലോഞ്ചായ നമ്മുടെ കിയയുടെ കാരൻസ് ക്ലാവിസ് ഇ വി എന്ന് പറയുന്നൊരു മോഡൽ വണ്ടിയാട്ടോ അത്. അപ്പം നമ്മുടെ തൊടുപുഴ ഷോറൂമിലെ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുവാണെങ്കിൽ ബാക്കി നോർമൽ ക്ലാവിസുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ 1-2 ചേഞ്ചുകളേ ഉള്ളൂ. ഒന്ന് അലോയുടെ ഡിസൈനിലുള്ള മാറ്റമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ എയർ കട്ടിന് വേണ്ടിയിട്ട് 1-2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസമുള്ളൂ. പക്ഷേ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ അത്യാവശ്യം നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മെയിൻലി ആ ഗിയർ നോബും കാര്യങ്ങളും വരുന്ന ആ ഒരു സ്ഥലത്താണ് നമുക്ക് മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ പുറകിലത്തെ സീറ്റ്, അതായത് മിഡ് റോ, ഇത് 7 സീറ്റർ വാഹനമാണ്. അപ്പോൾ അതിൻ്റെ മിഡ് റോയിൽ കയറിയിരിക്കുമ്പോഴത്തെ ഒരു സ്പേസും കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾ കയറിയിരുന്നാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം അതിനവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മിഡ് റോയിൽ. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. പിന്നെ അവരുടെ ലെതർ ഫിനിഷും അത്യാവശ്യം കാണാൻ നല്ല പ്രീമിയം ലുക്കാണ്. ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഹാർഡ് ഫീലാണ് കേട്ടോ. മറ്റേ സാധാരണ വണ്ടികളെ പോലൊരു സോഫ്റ്റ് കുഷനിങ് ഫീൽ എനിക്ക് കിട്ടിയില്ല. അതാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് അതിനകത്ത് തോന്നിയത് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം ഒരു ഡീസൻറ്റ് യാത്രാസുഖം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളതിൻ്റെ ഡിക്കി സ്പേസ് കാണുന്നത്. നമ്മളൊരു 7 സീറ്റർ വാഹനത്തിൽ എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഈ സെഗ്മെൻറ്റിലുള്ളതിൽ ഏറ്റവും നല്ലൊരു ബൂട്ട് സ്പേസ് ഈ വണ്ടി നമുക്ക് തരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ഇപ്പോൾ പറഞ്ഞ തേർഡ് റോ മറിച്ചിടുവാണെങ്കിൽ നല്ല ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ തേർഡ് റോയിലേക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ കാണുന്നത് ഒരു 1 ബട്ടൺ ടച്ചാണ്. ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സീറ്റ് ഫോൾഡ് ആവും. അപ്പോൾ നമുക്ക് തേർഡ് റോയിലേക്ക് കയറാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അത് അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ താക്കോല് വരുന്നത്. താക്കോലിൽ ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ പ്രീ സ്റ്റാർട്ട് ചെയ്തിടാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇ വി വെഹിക്കിളിൽ ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത് ഇവിടെ കേട്ടോ. ഇതിൻ്റെ പ്രസ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഡ്രൈവ്, റിവേഴ്സ്, ന്യൂട്രൽ, പാർക്ക് എല്ലാം സെലക്ട് ചെയ്യാനുള്ള നോബും അത് തന്നെയാണ് കേട്ടോ. അവിടെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അത് ഹുണ്ടായുടെ ക്രെറ്റയ്ക്കും ഈ സെയിം രീതിയിൽ തന്നെയാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്മൂത്താണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെയുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ 2 കപ്പ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം നമ്മുടെ കപ്പിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിലുള്ളൊരു ബോട്ടിലോ അല്ലെങ്കിൽ കപ്പോ ആണെങ്കിലും നമുക്കത് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കതൊരു സ്റ്റോറേജ് സ്പേസ് പോലെ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ കാണുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്ത് തരാനുള്ള ഓപ്ഷൻസും ഈ കിയയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്ച്വലി ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ കാഞ്ഞാറ് ഒരു സ്പോട്ടുണ്ട്, ഒരു അടിപൊളി സ്പോട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ കറക്റ്റ് വണ്ടി എടുത്തപ്പോൾ ഏതാണ്ട് ഒരു ഗോൾഡൻ അവറിലാണ് നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വന്നത്. വൈകുന്നേരം ഒരു 3 മണിക്ക് 4 മണിക്ക് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അവിടെ നിന്ന് പോണ വഴിക്ക് നമ്മൾ കാഞ്ഞാറ് ആ ഒരു സ്പോട്ടിലിറങ്ങി. അപ്പോൾ അവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുല്ലിക്കട കുറേ ദൂരം ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഒരു സസ്പെൻഷനും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവിടെ കിട്ടും കേട്ടോ. കാരണം അതൊരു അത്ര സ്മൂത്തായിട്ടുള്ളൊരു പ്രതലമല്ല, ഒരു ഇച്ചിരി ജെർക്കിങ്ങുള്ള സ്ഥലങ്ങളായതുകൊണ്ട് വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ ഇറങ്ങുന്ന സ്ഥലത്തെത്തി കേട്ടോ. അവിടെ ഇറങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ഇച്ചിരി ക്ലിയറൻസ് ഉള്ള വണ്ടികൾ മാത്രമേ താഴേക്ക് ഇറങ്ങിപ്പോവുള്ളൂ. പക്ഷേ അതൊക്കെ ഇത് ഭയങ്കര സ്മൂത്തായിട്ട് നമ്മുടെ വണ്ടി ഇറങ്ങിപ്പോകും കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ക്ലിയറൻസ് ഉണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഏകദേശം 200 mm ആണ്. അപ്പോൾ അത് ശരിക്കും നല്ല ക്ലിയറൻസ് ആണെന്നുള്ളത് ഈ വഴിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററിയോ ഫ്രണ്ടോ എവിടെയെങ്കിലുമൊക്കെ തട്ടേണ്ടതായിരുന്നു. പക്ഷേ ഒരിടം പോലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ആവാണ്ട് നമുക്കവിടെ എഫോർട്ട്ലെസ് ആയിട്ട് ഇറക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അതിൻ്റെ ക്ലിയറൻസിൽ ഇമ്പ്രസ്ഡ് ആയി. പിന്നെ നമ്മൾ ഇതിൽ ഇറക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കും ഉള്ള സസ്പെൻഷൻ്റെ ഒരു മികവ് നമുക്ക് മനസ്സിലായത്. ആക്ച്വലി നമ്മൾ ബാക്കി വണ്ടികൾ ഓടിക്കുന്നത് പോലെ ഇതിൻ്റെ സസ്പെൻഷൻ ആക്ച്വലി നല്ല സ്മൂത്താണ്, അതായത് സോഫ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജെർക്കിങ് ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് തടഞ്ഞിട്ടുണ്ട്. ബോഡി റോളിങ് ഒട്ടുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതുപോലെ മോശം വഴിക്ക് പോകുമ്പോൾ ചെറിയൊരു ബോഡി റോളിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മളെ മടുപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബോഡി റോളിങ് വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതിപ്പം ഈവൻ സെക്കൻഡ് റോയിലാണെങ്കിലും തേർഡ് റോയിലാണെങ്കിൽ പോലും നമ്മുടെ ബാക്കി ഈ പറയുന്ന മാരുതിയുടെ പല വണ്ടികളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കുറേ ദൂരം തേർഡ് റോയിലിരുന്ന് യാത്ര ചെയ്തായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ അത്യാവശ്യം ഡീസൻറ്റ് ലെഗ് സ്പേസും ഈ പറയുന്ന തേർഡ് റോയിൽ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു യാത്രാ കംഫർട്ടും നമുക്ക് ഈ വണ്ടിക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നിനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിനി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമൺ റൂട്ടിൽ ഡ്രൈവ് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ റീജനറേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. കയറ്റം കയറുമ്പോൾ എന്തോരം ഡ്രോപ്പ് ആവുമെന്ന് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ ഇച്ചിരി വളവും തിരിവുള്ള വഴിക്ക് വണ്ടി ഓടിച്ചാലാണല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് യാത്രാസുഖവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ വഴിക്ക് ഡ്രൈവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മളിന്ന് വണ്ടിയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ 5 പേരാണ്. ഞാനുണ്ട്, പപ്പയുണ്ട്, വൈഫുണ്ട്, അതുപോലെ നമ്മുടെ കിയയിൽ നിന്ന് 2 സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 5 പേരാണ് നമ്മൾ ഈ വഴിക്ക് കയറുന്നത് കേട്ടോ. അപ്പം ഏകദേശം 7 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ആണല്ലോ. 5 പേരെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി ലോഡാണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ അത്രയും വെച്ചിട്ട് നമ്മൾ വാഗമൺ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് എത്രത്തോളം റേഞ്ച് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒറ്റ ഡ്രൈവിൽ തന്നെ നമുക്ക് റേഞ്ചിനെ കുറിച്ച് അറിയാൻ പറ്റും, അതുപോലെ തന്നെ കംഫർട്ടബിളിനെ കുറിച്ച് അറിയാൻ പറ്റും, അതിൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പറയാം. നമുക്ക് ഈ പറയുന്ന കിയയുടെ EV ക്ലാവിസ് EV നമുക്ക് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 4 മോഡലുകളിലാട്ടോ. ഒന്ന് HTK പ്ലസ് എന്ന് പറയുന്ന മോഡൽ, അത് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു മോഡലാണ്. അതിന് ഏകദേശം നമുക്ക് വരുന്ന ഓൺ റോഡ് പ്രൈസ്, ഞാൻ എക്സ്-ഷോറൂം പ്രൈസ് അല്ല പറയുന്നത്, ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. ഏകദേശം ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ഒരു 10,000 to 20,000 വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പോൾ ഞാൻ പറയുന്നത് ഏകദേശം നമുക്ക് ബേസ് മോഡലിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ HTK പ്ലസ് ആണ് ബേസ് മോഡൽ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,30,000 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മേളിലുള്ള മോഡൽ HTX ആണ്. HTX എന്ന് പറയുമ്പം 23,48,000 ആണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ 2 മോഡലും 42 കിലോ വാട്ട് ബാറ്ററിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ HTXനകത്ത് തന്നെ ലോങ് റേഞ്ച് ബാറ്ററി ഉള്ള മോഡലും ഉണ്ട്. അത് HTX ER എന്നാണ് പറയുന്നത്. അപ്പോൾ HTX ER എന്ന് പറയുമ്പം ആ വേരിയൻറ്റിന് നമുക്ക് ഏകദേശം ഒരു 25,80,000 രൂപ വരും. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് എൻ്റെ HTX പ്ലസ് ER എന്ന് ഉദ്ദേശിക്കുന്ന എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 52 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും അതിന് വരുന്നത്. ഈ HTX പ്ലസ് ER എന്ന് പറയുന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 28,70,000 രൂപയോളം വരും. അതാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് പ്രൈസ് അല്ല, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പം എന്നാലും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ആ പ്രൈസ് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ അപ്പം ഈ വണ്ടിക്ക് ആക്ച്വലി 2 ബാറ്ററി പാക്കാണ് വരുന്നത്. ഒന്ന് 42 കിലോ വാട്ടും 2 52 കിലോ വാട്ടും. അപ്പോൾ 42 കിലോ വാട്ട് ബാറ്ററിക്ക് ഇവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 404 ആണ്. അപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 320 to 350 റേഞ്ച് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ 52 കിലോ വാട്ടിന് ഇവർ ക്ലെയിം ചെയ്യുന്നത് ഒരു 490 കിലോമീറ്റർ റേഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 400+ കിട്ടുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ പറയുന്ന ക്ലെയിംഡുമായിട്ട് എത്രത്തോളം ഡിഫറൻസ് ആണ് നമ്മളിവിടെ ആക്ച്വലി വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മളിവിടെ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്ര നേരം നമ്മൾ ഈ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രൈസ്, അതുപോലെ അതിൻ്റെ വേരിയൻസ് ഏതൊക്കെയാണ്, അതുപോലെ ഏതെല്ലാം ബാറ്ററി പാർക്ക് ഉണ്ട്, ആ ബാറ്ററി പാക്കിന് എത്രയാണ് മൈലേജ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ളൊരു ബേസിക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്ത്, അതുപോലെ അങ്ങനെയുള്ള നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ 360 ഡിഗ്രി ക്യാമറയിൽ നോക്കിയാൽ അത്യാവശ്യം സൈഡും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ എന്ത് പ്രതലത്ത് നമ്മൾ വൈഡ് ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്ന പ്രതലത്ത് സൈഡിൽ കല്ലുകളോ കാര്യങ്ങളോ ഉണ്ടോ, ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് അറിയാം, അതായത് രാത്രി നമ്മുടെ ഈ പറയുന്ന 360 ക്യാമറ നമുക്ക് അത്രത്തോളം യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല നൈറ്റ് ഡ്രൈവിൽ. കാരണം അതിൻ്റെ വേറൊന്നുമല്ല, ബാക്കും ഫ്രണ്ടും കുഴപ്പമില്ല, നമ്മുടെ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഉള്ളത് കാരണം അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ സൈഡിൽ നമ്മുടെ 2 ക്യാമറ വരുന്നത് മിററിലാണല്ലോ. അപ്പോൾ ആ സൈഡിൽ വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തടുത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അത് 360 ക്യാമറയുടെ പ്രശ്നമല്ല, നമ്മുടെ റോട്ടിൽ വേറെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. കാര്യം സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ സൈഡും നല്ല പക്കയായിട്ട് രാത്രിയിൽ നമുക്ക് 360 യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ കേസിൽ നമുക്ക് 360 2 സൈഡിലും നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ കണ്ടീഷൻസ് വെച്ചിട്ട് രാത്രിയിൽ 2 സൈഡും വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്ത പലർക്കും ട്രാവൽ സിക്നസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ വാഗമൺ വഴിക്ക് പോകുമ്പോൾ നമുക്കത് എത്രത്തോളം ഈ വണ്ടിയിലുണ്ടാവും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ആ വഴി തന്നെ പിടിച്ചത്. പക്ഷേ അന്നേരം ഇന്ന് നമ്മൾ ഞെട്ടിക്കുന്നൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഗമൺ പോയി ഫുൾ ട്രിപ്പ് എല്ലാം പോയി കറങ്ങി തിരിച്ചു വന്നപ്പോഴും യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ആ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത് ആർക്കും അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് ഈവൻ നമ്മൾ സെക്കൻഡ് റോയിൽ മാത്രമല്ല, തേർഡ് റോയിൽ ഒരാളിരുന്ന് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് പോലും പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ക്ഷീണമോ കാര്യങ്ങളോ മടുപ്പോ ഒന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡ് എടുത്ത് അങ്ങനെയൊന്നുമല്ല പോയത്, നമ്മൾ നോർമൽ രീതിയിലാണ് പോയത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു യാത്രാസുഖം നമുക്ക് ഈ വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. അത് സെക്കൻഡ് റോയിലും അതെ, തേർഡ് റോയിലും നമുക്കൊരു അത്യാവശ്യം ഡീസൻ്റായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് നമ്മളൊരു 25 ലക്ഷത്തിൽ താഴെ ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് യാത്രാസുഖമാണ് ഇത് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയത്.
യാത്രാസുഖം മാത്രമല്ല കേട്ടോ, ഡ്രൈവിങ്ങും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. നമ്മൾ വണ്ടിക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വണ്ടിക്ക് അകത്ത് കയറിയിരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ഭയങ്കര വലിയ വണ്ടിയാണെന്നുള്ള ഫീൽ നമുക്കില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നല്ല വിസിബിലിറ്റി ഉള്ള സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് വണ്ടി ഇതിൽ വേണമെങ്കിലും കൊണ്ടുപോകാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് നല്ല കോൺഫിഡൻറ്റുമാണ്. EV ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, വേറെ പ്രത്യേകിച്ച് പവറിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കയറ്റത്തിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു വണ്ടീനെ ഓവർടേക്ക്, മറ്റേ നമുക്കറിയാം ഒരു ബസ്സിൻ്റെയൊക്കെ പുറകിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോൾ ഭയങ്കര പാടാണ്. പക്ഷേ ഈ കേസിൽ നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ ഭയങ്കര എഫോർട്ട്ലെസ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഡ്രൈവ് ഭയങ്കര ഫീലായിരുന്നു. നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നുന്നില്ല, കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എൻ്റെ ഡ്രൈവും ഫീലും എല്ലാം. അപ്പോൾ വണ്ടി ഞാൻ ഓടിച്ചു, പപ്പ ഓടിച്ചു, എൻ്റെ വൈഫ് ഓടിച്ചു, എല്ലാവരും മാറി മാറി ഓടിച്ചു. എല്ലാവർക്കും വണ്ടി ഓടിക്കാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിലുള്ള യാത്രയും യാത്രാസുഖവും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം അത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതിനകത്തുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത്, ഇനി നമുക്ക് വാഗമൺ പോയി വന്നപ്പം എത്ര റേഞ്ച് കിട്ടി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 2 തവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പ് 1ഉം ട്രിപ്പ് 2ഉം കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ തവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള കാരണവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വിളിച്ചപ്പോൾ നമ്മൾ ഓടിയത് 88 കിലോമീറ്ററാണ്. അപ്പോൾ 88 കിലോമീറ്റർ ഓടാൻ നമുക്ക് ഏകദേശം 31% ചാർജ് ചിലവായി. അതായത് നമ്മൾ 100% നമുക്ക് ആകെ ഓടാൻ പറ്റുന്നത് 283 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പം അത് നമുക്ക് 1 കിലോ വാട്ടിൽ എത്ര കിലോമീറ്റർ ഓടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം 283 ഡിവൈഡഡ് ബൈ 52, അതായത് 52 കിലോ വാട്ടാണ് ബാറ്ററി. അതുകൊണ്ടാണ് 52 കൊണ്ട് ഹരിച്ചത്. അപ്പോൾ 52 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.4 കിലോമീറ്റർ പെർ കിലോ വാട്ടാണ്. അതായത് 1 കിലോ വാട്ടിൽ 5.4 കിലോമീറ്റർ ഓടും എന്നുള്ളതാണ് ആ കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ശരിക്കും ഭയങ്കര കുറവാണ്. കാരണം നമുക്ക് മിനിമം ഒരു 7 എബോവ് കിട്ടിയാലേ നമുക്കൊരു വണ്ടി എന്താ പറയുക, പറയുന്ന റേഞ്ചിനനുസരിച്ച് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻസിൽ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റേഞ്ചിൻ്റെ കൺസേൺ വന്നപ്പോഴാണ് ഞാനത് ഒന്നുകൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇത് 52 കിലോ വാട്ട് ബാറ്ററിയുടെയാണ്. അപ്പം 42 കിലോ വാട്ടാണെങ്കിൽ നമുക്ക് ഈ 283 പകരം 230 കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റേഞ്ചിന് കൺസേൺ ഉള്ളത് കാരണം ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചു. അപ്പോൾ ആ ടെസ്റ്റ് ഡ്രൈവിൽ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. ഇത് ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തപ്പോഴുള്ളതും അതുപോലെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴുള്ള കിലോമീറ്ററാണിത്. അത് നമ്മൾ ടോട്ടൽ ഓടിയേക്കണം 98 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 98 കിലോമീറ്റർ ഓടാൻ നമുക്ക് ഏകദേശം 28% ചിലവ് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ ഈ പറയുന്ന ടോട്ടൽ 28% നമ്മൾ 100% നമുക്ക് 350 കിലോമീറ്റർ ഓടാൻ പറ്റും. അപ്പോൾ ഈ 350 ഡിവൈഡഡ് ബൈ 52 ചെയ്യുമ്പോൾ നമുക്ക് 6.7 കിലോമീറ്റർ പെർ കിലോ വാട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി അത്യാവശ്യം നല്ല റേഞ്ചാണ്. അത് പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ 7 താഴെയാണെങ്കിൽ അത് പറയാൻ കാരണം നമ്മൾ 5 പേരും വെച്ച് നമ്മൾ ഹിൽ ഏരിയയാണ് കയറിയത്. അതായത് നമ്മൾ കുളമാവനാണ് പോയത്. അത്രയും കയറ്റം കയറി തിരിച്ചിറങ്ങി വന്നപ്പോഴും നമുക്ക് ഈ ഒരു റേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു നല്ല റേഞ്ചാണ്. ഇത്രയും ലോഡും വെച്ച് അത്രയും നല്ലൊരു റേഞ്ചാണെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പം നമ്മൾ അതിന് ശേഷം നമുക്ക് നിരപ്പിൽ സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ യൂസിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാനായിട്ടാണ് ഞാൻ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഒരു ട്രിപ്പും കൂടി ഇട്ടായിരുന്നു. അതാണ് നമ്മളിപ്പം കുളമാവിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അശോകവലയിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 396 കിലോമീറ്റർ ആയിരുന്നു വണ്ടി നിന്നിരുന്നത്. അവിടെ നിന്ന് വീട്ടിലെത്താൻ നമുക്ക് ആവശ്യമായത് 444 കിലോമീറ്റർ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഒരു 48 കിലോമീറ്ററാണ് നമ്മൾ നേരെയുള്ള റോഡിൽ പ്രോപ്പറായിട്ട് ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 48 കിലോമീറ്റർ ഓടിക്കാൻ നമുക്ക് ഏകദേശം ചിലവായത് 12% ബാറ്ററിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 400 100% കിട്ടുന്നത്. അപ്പം നമ്മൾ 100 ഡിവൈഡ് ബൈ 52 ചെയ്യുമ്പോൾ നമുക്ക് 7.6 കിലോ വാട്ട് കിട്ടും. ഇതാണ് ഏകദേശം ഉള്ളൊരു റേഞ്ച്. അപ്പോൾ നമുക്കിത് 52 കിലോ വാട്ടുള്ള ബാറ്ററി ആണെങ്കിൽ ഈ 7.6നെ 52 കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ കിലോമീറ്റർ കിട്ടും. ഇനി 42 കിലോ വാട്ടുള്ള ബാറ്ററി ആണെങ്കിൽ ഈ 7.6നെ 42 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ടോട്ടൽ കിലോമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 7.6 എന്നുള്ള റേഞ്ചിൽ നല്ല രീതിയിലുള്ള റേഞ്ച് നമുക്ക്, അത് ഫുൾ 5 പേരെ വെച്ചിട്ടാണ് നമുക്ക് ആ റേഞ്ച് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ലൊരു റേഞ്ചാണെന്നുള്ളത് ഞാൻ അത് കൺസിഡർ ചെയ്തു. അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ കമൻസിൽ എഴുതി ചോദിക്കുക. അപ്പം ഇതുപോലുള്ള ഇനിയും പല പല വീഡിയോസ് പല പല ഇലക്ട്രിക് വണ്ടിയുടെയും വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണേ. ഓക്കെ, താങ്ക്